അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നവാസിൻ്റെയും ഫസീലയുടെയും ആ സുന്ദര ദിവസം കഴിഞ്ഞു. സുബഹിൻ്റെ ബാങ്കുലി കേട്ടപ്പോഴാണ് നവാസ് കണ്ണു തുറന്നത്. ഫസീല ഫസീല ഡേ ആ അല്ലാ ഇക്ക. പെണ്ണെ, ഉറക്കത്തിൽ പെട്ടിട്ട് അറിഞ്ഞില്ലല്ലേ? അവൾ വേഗം എണീറ്റ് ഫ്രഷായി സുബഹി നമസ്കാരം കഴിഞ്ഞ് താഴേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ മിസ്രിയും നുസൈബയും അടുക്കളയിൽ സജീവമായിരുന്നു. അവൾ അവരെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത്ത എഴുന്നേറ്റോ? ഇതാ നവാസ്കാക്കുള്ള കോഫി. നുസൈബ കോഫി എടുത്ത് വെച്ചിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തോളൂ. പിന്നെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, നിങ്ങൾക്ക് 2 പേർക്കുള്ള കോഫി ഇതാ, 2 പേരും കഴിച്ചോളി. സ്നേഹത്തോടെ നുസൈബ അത് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ മിസിരിക്കും വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, അവരൊന്നിച്ചുള്ള ആ ഒരു കുടുംബജീവിതം അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. എന്നാൽ ഫസീല മക്കളെ തെരി ഞാൻ ഉണ്ടാക്കുക. എന്താ ഉണ്ടാക്കണം നിങ്ങൾ? എൻ്റെ പൊന്നിത്ത, നിങ്ങൾ ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിരുന്നോളേ. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അടുക്കളയിലേക്ക് പോയി കാണി. ശരിക്കും അതാ നുസൈബയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫസീല പറഞ്ഞു, എൻ്റെ പെണ്ണെ, നീ ഇന്നെങ്ങനെ വല്ലാതെ, നിങ്ങൾ ഇക്കാക്ക് കോഫി കൊണ്ടു കൊടുത്താണി. അങ്ങനെ അതാ ഫസീല കോഫിയുമായി നവാസിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. ഇക്ക, ഓ കോഫിയോ? ഇന്ന് പള്ളിയിൽ പോകാനും പറ്റിയില്ല. ബാങ്ക് കൊടുത്ത് ഫ്രഷായിപ്പോൾ ഇതിന് ടൈം തെറ്റി. ഇവിടുന്ന് അങ്ങ് നിസ്കരിച്ച് ഷമ്മാസിനെ കാത്തിരുന്നിരുന്നോ എന്താവോ, ഇന്നലെ പോയിരുന്നോ? ഇന്നിപ്പോൾ ഇക്കാക്ക് ക്ഷീണം കാണും, അതായിരിക്കില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്ത് ക്ഷീണം? നിന്നെ കണ്ട ക്ഷീണമൊക്കെ മാറിയില്ല വേണേ. നവാസ് സ്നേഹത്തോടെ അവളെ നോക്കി. ഇത് കോഫി കുടിച്ചേക്ക്, കോഫിയൊക്കെ കുടിക്കാം, നീ ഇങ്ങ് വന്നേ. നവാസ് അവളുടെ കൈകൾ പിടിച്ചു. പഠിച്ചോനെ ഇക്ക, നിങ്ങൾക്ക് എന്തിൻ്റെ കേടായത്? അതെ, മക്കൾ ഉണർന്നിട്ടില്ല തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോടി. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? അത് സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കണം. പിന്നെ കാര്യങ്ങളൊന്ന്. ഇക്ക, ഞാനും സ്റ്റേഷനിലേക്ക് തൽക്കാലം നീ വരണോ പെണ്ണേ? അതിനെന്താ? എന്നാൽ പിന്നെ അധികം ലേറ്റ് ആകണ്ട, നമുക്കൊരു 9 മണിയാകുമ്പോഴേക്കും പോകാം കേട്ടോ. നീ അപ്പോഴേക്കും സെറ്റാക്, ഓക്കെ? എന്നാൽ ശരിക്ക, ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ. മക്കൾ ഉണർന്നോടി? ഇല്ല, അവർ എഴുന്നേറ്റ് ഉമ്മാൻ്റെ കൂടെ ഉമ്മ നിസ്കരിക്കുന്ന റൂമിൽ തന്നെയാണ്, അവിടെ ഓല് കിടക്കുന്നുണ്ട്. കിടന്നോട്ടെ. അല്ല, മോനെ ചേർത്തണ്ടേ? ഇപ്പം തന്നെ ചേർത്തണോ? അടുത്ത വർഷം പെണ്ണെ ചേർത്തിക്കൂടെ? പിന്നെ മോനെ ചേർത്തിയാൽ എനിക്ക് പിന്നെ ആരും ഉണ്ടാവില്ല കേട്ടോ, എല്ലാവരും പോയി കഴിഞ്ഞാൽ. അതിനെന്താ, വേറൊരാളങ്ങ് കിട്ടിയാൽ പോരെ? ഈ ഇക്കാൻ്റെ ഒരു കാര്യം എന്താടി വേണ്ടേ? അവൾ മൗനം പാലിച്ചു. വേണമെന്ന് തന്നെയാണ്, പക്ഷേ എന്നോട് പറയുന്നത് കേട്ടാൽ വിചാരിക്കും. സാരല്ല, കുഴപ്പമില്ല, നീ ചെല്ല്. അങ്ങനെ അതാ നവാസിൻ്റെ അടുത്ത് നിന്ന് കോഫി ഗ്ലാസ്സുമായി അവൾ താഴേക്കിറങ്ങി. എന്നാൽ നുസൈബ പറഞ്ഞു, എൻ്റെ പൊന്നിത്ത, നിങ്ങൾ എന്തിനെപ്പോഴും ഇറങ്ങി വന്നത്? അല്ലടി, ഞാൻ എന്തെങ്കിലും ആക്കാം. എന്നാൽ അതാ നമ്മുടെ മിസ്സിരി പറഞ്ഞു, പൊന്നിത്ത നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നുസിത്തയും ചെയ്യണ്ടേ, നിങ്ങളുടെ അടുക്കളയിൽ വന്ന് വെറുതെ. അപ്പോഴേക്കും അതാ കുഞ്ഞ് കരയുന്നു. എന്നാൽ മിസ്സിരി ഓടി. അതെ, പൊന്നു മോനായിരുന്നു ഉണർന്നത്, അവനെ എടുക്കുവാൻ വേണ്ടിയിട്ട്. മിസ്സിരിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇതൊക്കെ. എന്നാൽ നുസൈബ് പറഞ്ഞു, ഓള് തന്നെയല്ലേ മക്കളെയൊക്കെ നോക്കാറുള്ളത്, അവൾക്ക് വലിയൊരു ഇഷ്ടമാണ് മക്കളെയൊക്കെ നോക്കുന്നതും എടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതും, പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. പാല് കൊടുക്കാൻ മാത്രം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും, ബാക്കിയൊക്കെ അവളങ്ങ് നോക്കും. സത്യം പറഞ്ഞാൽ പഠിച്ചോനായിട്ടാണ് അവളെ ഇറക്കി തന്നത്. വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഓളുണ്ടാകുമ്പോൾ ഒരു മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം കൂടിയാണ്. അവൾ പോയി കഴിഞ്ഞാൽ നല്ല ടെൻഷനായിരിക്കും. സത്യം പറഞ്ഞാൽ ഫസീലത്തയുടെ വീട്ടിൽ പോയപ്പോഴേ ഞങ്ങൾക്ക് കണ്ടത് വീട് ഒഴിഞ്ഞ പോലെയായിരുന്നു. മിസ്സിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെണ്ണാണ്, എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുമാണ്. പെട്ടെന്ന് അതാ കോണിപ്പടികൾ ഇറങ്ങി വരികയാണ് നവാസ്, ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട്. ഫസീല, അതെ ഇക്കാക്ക് വിളിക്കുന്നു. ഫസീല പെട്ടെന്ന്, ഇക്ക. ഒന്നിങ്ങ് വന്നേ. എന്ത് ഇക്ക? പിന്നെ
തൽക്കാലം ഞാനും ഷമ്മസും സ്റ്റേഷനിൽ പോയാലോ? അതല്ലേ നല്ലത്. എന്നാൽ ഫസീലക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു, അങ്ങനെയാണോ? അല്ല, ഇതൊരു പരാതി എഴുതി കൊടുക്കാനല്ലേ. കാര്യം മറ്റൊന്നുമല്ല, സൗദയെ കാണാനില്ല എന്നുള്ള ആ ഒരു വിവരം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാനല്ലേ. അതിപ്പോൾ നീ ഇപ്പോൾ എന്നാൽ ഫസീല പറഞ്ഞു, ഇക്ക നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ അതാ ഷമ്മാസ് പള്ളിയിൽ നിന്ന് വരുന്നോ. ഇക്ക ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇനിയിപ്പോൾ വിളിച്ചുണർത്തണ്ട, ക്ഷീണം കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷാമോനെ ഞാൻ ബാങ്ക് കൊടുത്ത് അല്പസമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഉണർന്നത് തന്നെ. അല്ല, ഇന്നലെയൊക്കെ പോന്നും ചെയ്ത്, പിന്നെ എനിക്ക് ഫസീലത്ത് ഉണ്ടായത് കൊണ്ട് വിളിക്കാനൊരു മടി. എന്തായാലും ഷാമോനെ ശരിയാണടാ. ഷാമോനെ എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. എന്തിക്കാ? അപ്പോഴേക്കും ഫസീല അതാ കുഞ്ഞുമായി നവാസിൻ്റെ അരികിലെത്തി. എടാ, നമുക്കൊന്ന് സ്റ്റേഷന് വരെ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ മതിയായിരുന്നു. സൗദയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ഇവളെവിടെയാണാവോ? കാരണം എനിക്ക് ഒറ്റൊന്നിനും വിശ്വാസമില്ല തീരെ. കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയതുകൊണ്ടേ. പിന്നെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടില്ലായിരുന്നു. പക്ഷേ സത്താർ ജയിലിലാണ് എന്നൊക്കെയുള്ള കാര്യം നീ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. മറ്റേത് സത്താറിൻ്റെ കൂടെ കണ്ടു എന്ന് പലരും വിളിച്ച് പറയലും ആകെപ്പാട് ടെൻഷനാണ്. ഒറ്റൊന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പെൺവർഗത്തിന് തന്നെ വെറുത്തു പോയിൻ്റെ ഷമ്മാസെ. ഇക്ക അങ്ങനെയൊന്നുമല്ല, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ, ചിന്തിക്കല്ലേ. ഷാമോനെ നമുക്കൊന്ന് സ്റ്റേഷനിൽ, എൻ്റെ പൊന്നിക്ക നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളും ഫസീലത്തിൽ തന്നെ പോയിക്കോളൂ. എന്നാൽ ഷമ്മാസ് എല്ലാം മറച്ചു വെച്ചു. അതെ, കുഞ്ഞിക്കതിയെയും സൗദയും അവിടെ ഉള്ള കാര്യമൊന്നും ഷമ്മാസ് പറഞ്ഞില്ല. ഷമ്മാസ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും തന്നെ പോയിക്കോളൂ, അതിനെന്താ, സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടൂടെ? വേണ്ടേ, പോലീസ് സ്റ്റേഷൻ കാണാനുള്ള വിധിയൊന്നും ഇല്ലാതിരിക്കട്ടെ, കാരണം അതൊക്കെ വലിയ ഇടങ്ങാറാണടാ, അതൊന്നും ശരിയാവില്ല. അല്ല, ഇത്താൻ്റെ ഒരു ആഗ്രഹമല്ലേ, പിന്നെ നവാസ്കയുടെ കൂടെ യാത്ര ചെയ്യാൻ അവർക്കും ഉണ്ടാവൂലേ ഒരാഗ്രഹം. എന്നാൽ അതാ അത് കേട്ടുകൊണ്ട് വന്ന ഫസീല അതെന്നിട പറഞ്ഞു കൊടുക്ക്, എൻ്റെ ഇക്കാക്കേ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടാ എന്താന്നാവും ഭയങ്കര മടി, എന്താവോ. എൻ്റെ പൊന്നിത്ത, നിങ്ങൾ രണ്ടുപേരും പോയിക്കൂടെ, അങ്ങനെ തന്നെ അല്ലേ? എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ, മോളെ ഫസീല. ഉമ്മ എന്തേ? പിന്നെ ഉമ്മാൻ്റെ കുട്ടിയൊന്ന് പോയിക്കോളിയോ എൻ്റെ ഒപ്പം ട്ടാ, അതല്ലേ നല്ലത്, അതായിരിക്കും നല്ലത്. ഷാമോനെ എടാ. എന്തു ഉമ്മ? ഇവിടെ വന്നാ ഞാൻ 2 മുട്ടായും ചോക്ലേറ്റും പിന്നെന്താ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചേക്കണ്. ഉമ്മാൻ്റെ കുട്ടി അതാ സൗദൻ്റെ അഞ്ചത്തിയാക്കും ഒക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്താണേ. പാവങ്ങളല്ലേ, അറ്റങ്ങൾക്ക് ആര് കൊടുക്കാനാ? അറ്റങ്ങൾക്ക് ദുബായിൻ്റെ പൈസ ഒന്നും വരാനും ഇല്ല, സാധനങ്ങൾ വരാനും ഇല്ല. നമ്മളൊക്കെ കൊടുത്തെങ്കിലല്ല അറ്റങ്ങൾക്കുള്ളൂ. പാവം പൊമ്പറന്നോളാണത് അഫ്സ, നല്ലൊരു പെണ്ണാണ്. പത്തര മാറ്റി നല്ലൊരു പെണ്ണ് പഠിച്ചോനെ. അതെ, കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിരിക്കണ്, ഉമ്മക്കുള്ളതൊക്കെ ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കി. ഉമ്മ അപ്പോൾ എനിക്ക് മാണ്ട മോനെ, ഉമ്മ പള്ള നിറച്ച് ഗൾഫിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടു പൂതിയിട്ടാണ്. അറ്റങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവല്ലോ. ഉമ്മാൻ്റെ കുട്ടി ഇത് അറ്റങ്ങ് കൊണ്ടുപോയി കൊടുക്കി കേട്ടോ. പിന്നെ ഉസ്താദിനും സെമീറാക്കൊണ്ട് കുറച്ച് സാധനങ്ങൾ അതുകൊണ്ട് കൊടുത്താളി. ഏതായാലും ഇതാ കുട്ടികൾക്ക് എന്താ വെച്ചാൽ കളിക്കോപ്പോ സാധനങ്ങളോ മുട്ടായിയോ ചോക്ലേറ്റോ അതൊക്കെ ഓൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും കുറച്ച് സോപ്പ് പിന്നെ സ്പ്രേ അതൊക്കെ ഉണ്ട് കൊടുത്താളി. ഉമ്മാക്ക് മാണ്ട, ഉമ്മാക്ക് എന്തിനാ ഉമ്മ? അപ്പോൾ അല്ല മോനെ, ഉമ്മാക്ക് ഇത് കണ്ടമാനുണ്ടല്ലോ, നിങ്ങളൊക്കെ കൊടുന്നത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പോരാ അത് ഫൈസൽ നാൾ കുറേ കൊടുത്തയച്ചിനു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നവാസിൻ്റെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അത് എപ്പം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കിട്ടുമല്ലോ. ഉമ്മാൻ്റെ കുട്ടി തന്നെ കൊണ്ടുപോയി രണ്ടിടത്തേക്കുള്ളതുണ്ട് കേട്ടാ. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തല്ലോ, ആ കുട്ടികൾക്കും തന്നെ പൂതിയല്ലേ. പിന്നെ സാജിക്കുള്ള ഇവിടെ എടുത്ത് വെച്ചേക്കണം, ഇനിയിപ്പോൾ വരുമ്പോഴാണ് കൊടുക്കാതേക്കാരം നല്ലത്. ഉമ്മ ഇപ്പം തന്നെ മോനാണ് കൊണ്ടുപോയി കൊടുത്താളേ ട്ടാ, അതല്ല നല്ലത്. സത്താറിൻ്റെ കുട്ടികൾക്കും ഉള്ളീനനുസരിച്ചാണ് കൊടുക്കുക. കാരണം കുട്ടികൾക്കല്ല പൂതി, നമുക്കൊന്നല്ല, വലിയവർക്ക് ഇപ്പോൾ എന്ത് പൂതി, ഓല് കിട്ടി മടുത്തതാണ്. കുട്ടികൾക്ക് പിന്നെ എത്ര മുട്ടായിട്ടാലും എത്ര കളിക്കോപ്പിട്ടാലും പൂതി ഇടൂല. ഓൾക്ക് എന്താ വെച്ചാണ്ട് ഉണ്ടായി കൊടുത്താൾ. ഉമ്മ അപ്പോൾ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മക്കൊരു സാധനം വേണ്ട, ഓൽക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. നമ്മളില്ലാത്തവർക്കല്ല കൊടുക്കേണ്ടത്, നമ്മളുള്ളവർ കുറേ അനുഭവിക്കണമല്ലല്ലോ, ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പം ഓലെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മളെ വിജയം. ആ ഒരു പുഞ്ചിരി നമ്മളെ കാരണം കൊണ്ട് ഒരാൾ പുഞ്ചിരിക്കാൻ കാരണമാകുകയാണെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സംഭവം സാധനങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒരു സഹായം, അല്ലെങ്കിൽ നമ്മളെ കാര്യം കൊണ്ട് ആരെങ്കിലും സന്തോഷിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആകുമ്പോഴാണ് പഠിച്ച റബ്ബിൻ്റെയൊക്കെ നമുക്ക് ഒരു കാവൽ കിട്ടുക. അല്ല നമ്മളിവിടെ കുറേ വെച്ചുണ്ടാക്കിയിട്ട് ഒന്നും കാര്യമില്ലല്ലോ. കുറേ പാത്തിച്ചിട്ടത്താ പോറേ സാധനങ്ങൾ നിങ്ങളെപ്പോൾ കണ്ടമാനം കൊടുന്നീനു. ഇവിടെ എത്രങ്ങാനുണ്ടേനു, പെട്ടിയും അൽമാരയൊക്കെ ആയിട്ട് നിറച്ചുണ്ടേനു. എല്ലാവർക്കും കൊടുത്താലും ബാക്കി തന്നെയാണ്. അങ്ങനെ അനുഭവിച്ചിക്കണ്. ഉമ്മക്ക് അതിനൊന്നും പൂതില്ല. ഉമ്മ ഇല്ലാത്തവർക്ക് കൊടുക്കി. ആ പാൽപ്പൊടി പാക്കറ്റ് മോനെ അതും എടുത്തോളി ട്ടാ. നല്ല അൽമുദ്ദീഷിൻ്റെ തന്നെ എടുത്തോ. അതൊക്കെ എത്രങ്ങാനുണ്ടല്ലോ സാധനം കുത്തി നിറച്ച് കൊടുത്തേച്ചിക്കണത്. ഞാനും വിചാരിച്ചു ഇത്ര ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടാവും. 30 കിലോൻ്റെ പെട്ടിയൊന്നും അല്ലത്, കണ്ടമാനം വലിപ്പമുള്ള പെട്ടി തന്നെയാണ് അത്. അത്യാവശ്യം ഡ്യൂട്ടിയെ കെട്ടി കൊടുത്തേച്ച തന്നെ ഇക്കാരൻ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഏതാ ഗൾഫിലെ സാധനങ്ങൾ അതാ 3 ഓഹരികളാക്കി ഉമ്മ കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദ്യം തന്നെ ഷമ്മാസ് പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു. അതെ, നമ്മുടെ സൗദയുടെ ഉപ്പയുടെ ആ വീട്ടിലേക്ക്, അവരെടുത്തു കൊടുത്ത ആ ഒരു വീട്ടിലേക്ക്. എന്നാൽ അവരെ കണ്ടപ്പോൾ തന്നെ അതാ മക്കൾ ഓടിയെത്തുന്നു. ഉമ്മ, അതെ ഷാമോൻക്ക് വന്നിട്ടുണ്ട്. ആണോ? അതെ. ഹഫ്സ തട്ടം ശരിക്കിട്ടു. അല്ലാ, ഉപ്പ വന്നിട്ടില്ലല്ലോ പള്ളിയിൽ പോയിട്ട്. ഷാമോനെ ഇവിടെ കയറിക്കോളി. അല്ലത്താ ഞാൻ പോട്ടെ, ഉപ്പയുടെ പള്ളി പോയി വന്നിട്ടില്ല. ഓ അത് ശരി. അതാ ഉപ്പ വരുന്നു. എന്നാൽ ഷമ്മാസിൻ്റെ വണ്ടി കണ്ടത് ഉപ്പാക്ക് ഒത്തിരി സന്തോഷം. മോനെ ഇതിപ്പോൾ ആര് കൊണ്ടുവന്നതാണോ എന്താ ഒന്നും തൽക്കാലം പറയണ്ട എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, പറയാം. ഉപ്പ മോനെ അകത്തേക്ക് കയറി, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്നാൽ മക്കൾ ഓടി വന്നപ്പോൾ അതാ അവൻ്റെ കൈകളിലേക്ക് നോക്കി. അതെ, നമ്മുടെ സൗദിയുടെ കുഞ്ഞനിയത്തിമാരും അതിലുണ്ടായിരുന്നു. സന്തോഷത്തോടെ ആ മക്കളുടെ കൈകളിലേക്ക് ആ പൊതി കൊടുത്തു. മോനെ എന്തിനാണ് അതൊക്കെ? ഉപ്പ, അത് ഉപ്പയുടെ മരുമകൻ വന്നിട്ടുണ്ട്. ഒരു നിമിഷം ഉപ്പ ഞെട്ടി. മോനെ, എൻ്റെ നവാസോ? അതെ, എൻ്റെ നവാസ് വന്നോ? സ്നേഹത്തോടെ ആ ഉപ്പ അത് പറയുമ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ എന്നിട്ടെന്താ? ഇതുവഴിയൊന്നും മോൻ പറഞ്ഞില്ലേ ഇതൊന്നും? ഉപ്പ വന്നിട്ടേ ഉള്ളൂ, പിന്നെ ഇൻഷാ അല്ലാ വരുമായിരിക്കും. ശരിക്കും നവാസ് എന്ന് പേര് കേട്ടപ്പോൾ തന്നെ അതാ ഉപ്പയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. മോൻ കയറിയിരിക്കേ. ഹഫ്സ, എന്തേക്കാ? അത് പിന്നെ നമ്മളെ മരുമകന് വന്നിട്ടുണ്ടടി നവാസ്. ആണോ? മാഷാ അല്ലാ. അല്ലോ, എപ്പോഴെത്തിയത്? ഇന്നലെ എത്തിയിട്ടുണ്ട്. ഓക്കെ മാഷാ അല്ലാ. എന്തായാലും അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് എന്തൊക്കെ? ആണോ? പഠിച്ചോനെ, എൻ്റെ കുട്ടികൾ ഗൾഫിൻ്റെ സാധനങ്ങളൊന്നും മക്കൾ കണ്ടിട്ടില്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ അതാ അവരത് പൊളിച്ച് എടുക്കുവാൻ നോക്കുന്നു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഞാനേ അത്യാവശ്യം 1-2 സ്ഥലത്ത് കൊണ്ട് പോവാണ്, ഞാനിപ്പോൾ പിന്നെ വരട്ടോ. അല്ല മോനെ, എനിക്ക് ചായ കുടിച്ചിട്ട് പോകാം. ഹഫ്സത്തെ വളരെയധികം നിർബന്ധിക്കുന്നു. മോനെ പോവല്ലടാ, പോവല്ലേ, വാ ഇങ്ങോട്ട് വാ മോനെ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ. എന്നാൽ നിർബന്ധത്തിനൊക്കെ വഴങ്ങി അതാ ഷമ്മാസ് ഒരു 1/2 ഗ്ലാസ് ചായ അവിടുന്ന് കുടിച്ചു. പൊന്നിത്ത കടി ഒന്നും വേണ്ട, അതൊന്നും എടുക്കണം, എനിക്ക് അത്യാവശ്യമായിട്ട് പിന്നെ ഷോപ്പിലും പോകാനുണ്ട്. ആണോ? എന്നാലും എന്തെങ്കിലും ഒന്ന്. എന്നാൽ ഷമ്മാസ് അതാ അവിടെ ചായ കുടിക്കാൻ നിന്നില്ല. ഒരു 1/2 ഗ്ലാസ് ചായ എടുത്ത് കടിയൊന്നും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധം. പക്ഷെ അവർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ അവൻ അവിടുന്ന് ഞാൻ പിന്നെ വരാം ഇൻഷാ അല്ലാ, മരുമകനിഞ്ഞ് വന്നോളൂട്ടോ. ആയിക്കോട്ടെ. എന്നാൽ ആ ഉപ്പക്ക് ഒത്തിരി സന്തോഷം. പഠിച്ചോനെ, എൻ്റെ പൊന്നു മോളുടെ ഹസ്ബൻഡ് വന്നല്ലോ. അതെ, അന്ന് നിക്കാഹിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വിവരവുമില്ല, കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞ പോലായി. റബ്ബേ അല്ലാ ഹൈറ് ചൊരിയണേ അല്ലാ. എൻ്റെ കുട്ടിയുടെ കൂടെ അവൻ സുഖസന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാൽ ആ ഉപ്പ ഒരിക്കലും വിചാരിച്ചില്ല, തൻ്റെ മകളെ കാണാനില്ലാത്ത വിവരമൊന്നും ഉപ്പയെ അറിയിച്ചതുമില്ല. അങ്ങനെ ഷമ്മാസ് നേരെ പോയത് മറ്റെങ്ങോട്ടും ആയിരുന്നില്ല, അതെ സത്താറിൻ്റെ വീട്ടിലേക്ക്. സത്താറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതാ മക്കൾ ഓടിയെത്തി. ഉമ്മ, ഷാമോൻക്ക് വന്നിട്ടുണ്ട്. മക്കളെ, ഉമ്മയോട് പറയേ ഇത് ഇക്കാക്ക് കൊണ്ടുവന്ന നവാസ്ക്ക് വന്നിട്ടുണ്ട്, അവർ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ മതിട്ടോ. ഇപ്പോൾ പോട്ടെ തൽക്കാലം. അപ്പോഴേക്കും മോനെ ഷാമോനെ, എന്തെത്ര ഇത്? അല്ല ഇതെന്താ? ഇതേ എൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഉമ്മ 1-2 വീടുകളിൽ കൊടുക്കുക, അത്യാവശ്യമായി ഏൽപ്പിച്ചത്. ആണോ?
പഠിച്ചോനെ, ഇതിപ്പോ ഞങ്ങൾക്ക് തരാണ്ടോ? നിങ്ങളെല്ലാരും കൂടെ തന്നെ എത്ര ആളുണ്ട് അവിടെ? അല്ലിത്താ, നിങ്ങളിതാ ഇത് പിടിക്കേ. സന്തോഷത്തോടു കൂടി അവർക്ക് കൊടുത്തു. എന്നാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങളും അതുപോലെ അതിലെ കുട്ടികൾക്കുള്ളതും കുട്ടികൾക്കുള്ള സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഡ്രൈനട്ട്സും അതുപോലെ തന്നെ സോപ്പ്, സ്പ്രേ, പാൽപ്പൊടി, ടാങ്ക്, അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മക്കൾക്ക് ചെറിയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങളും അതിൽ വെച്ചിരുന്നു. എന്നാൽ ശരി ഇത്താ, മോനെ ചായ കുടിച്ചിട്ട് മോനെ മറ്റേ കാര്യം ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, 2 ദിവസം കൊണ്ട് ഇറങ്ങുമല്ലോ സത്താർക്ക. മോനെ സത്യമായിട്ടും അതെ, നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അത് നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, അതന്നെ വലിയത്. ഓ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുക, സത്താർക്കാനെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാത്തിലും പോയി പെടാതെ, അങ്ങനെ പല രീതിയിലും ആൾക്കാരുണ്ടാവും, അതിലൊന്നും പെടാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. അങ്ങനെയൊക്കെ തന്നെ നമ്മളെ ജീവിതത്തിൽ നല്ലോണം ശ്രദ്ധിക്കണെത്താ. ഒരു പിഴവ് പറ്റാൻ എളുപ്പമാണ്. ഒരാളെ നല്ലതെന്ന് പറയിപ്പിക്കാൻ കുറച്ച് പണിയാണ്, പക്ഷെ ചീത്തയെന്ന് പറയിപ്പിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റൂല. ശ്രദ്ധയില്ലാതെ അങ്ങനെ ഇങ്ങനെയും ജീവിച്ച് വല്ലവരുടെയും വീട്ടിലൊക്കെ പോയി ജീവിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ്, പ്രത്യേകിച്ച് ആണുങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരിക്കലും അങ്ങനെ പോകാനും ഒന്നും പാടില്ല. പല രീതിയിൽ തെറ്റിദ്ധാരണകൾ വരും. മാത്രമല്ല ഇബ്ലീസിൻ്റെ ഷെറിലും പെടും. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്ക് നന്ന്. ഞാൻ കൂടുതൽ പറയില്ല, ഞാൻ പോട്ടെ കേട്ടോ മോനെ. ഇൻഷാ അല്ലാ അത് അദ്ദേഹം ഇറങ്ങുമ്പോഴും മോനും വരണം കേട്ടോ. ആയിക്കോട്ടെ, അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ പിന്നെ വരട്ടെ മോനെ. ചായ ഒന്നും വേണ്ടത്ത, പോട്ടെ. എന്നാൽ അവിടെ നിന്നും ഷമ്മാസ് നേരെ വണ്ടി എടുത്ത് പോയത് നമ്മുടെ ഉസ്താദിൻ്റെ വീട്ടിലേക്കായിരുന്നു. പള്ളിയിൽ നിന്ന് ഉസ്താദ് എത്തിയിട്ടുണ്ട്. ചായ കുടിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഷമ്മാസ് അവിടേക്ക് കയറി വന്നത്. അല്ല, ആരാ? സമീർ നിറവയറുമായി അതാ അവിടെ നിന്ന് എഴുന്നേറ്റു. ആരാന്നാവോ? ഷമി അവിടെ ഇരിക്കേ. ഇക്ക ഞാൻ പോയി നോക്കാം. ഇക്ക ഭക്ഷണം കഴിക്കേ. വേണ്ട, ഷമിയോടെ ഇരിക്കേ. എൻ്റെ പെണ്ണ്, നീ എന്തിനങ്ങനെ ഇത്ര ബുദ്ധിമുട്ട്? പാവം സമീറയുടെ സ്ഥിതി വളരെയധികം ദയനീയപരമായ രീതിയിലായിരിക്കുന്നു. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 2 കുട്ടികളും കൂടി ആയപ്പോഴേ അവൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാലുകളിലൊക്കെ നീര് വന്നിരിക്കുന്നു. പ്രസവത്തിന് സമയമായിട്ടൊന്നല്ല, പക്ഷെ കണ്ടാൽ ഇപ്പോൾ പ്രസവിക്കുമെന്ന് തോന്നും. നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പാവം. നമ്മുടെ ഉസ്താദ് അവളെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുന്നുണ്ട്. പെണ്ണെ നീ വിഷമിക്കല്ലേ, അതൊക്കെ ശരിയാവട്ടോ. അത് ഗർഭകാലത്ത് വെറുതെ അല്ല ഉമ്മാക്ക് ഇത്രമാത്രം മഹത്വം പടച്ച റബ്ബ് നൽകുന്നത്. കാരണം ഗർഭസമയത്തൊക്കെ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇക്ക അതൊന്നും സാരല്ല, അള്ളാഹു നൽകിയ സന്തോഷമല്ലേ. എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് പ്രശ്നമല്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാഞ്ഞാൽ മതി, അതുള്ളൂ. അതൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതാ ഉസ്താദ് വേഗം എഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എവിടെ മുത്തേ? ഇന്ന് പള്ളിയിൽ നിന്ന് വേഗം പോയിട്ടുണ്ടല്ലോ, ഞാൻ നോക്കിയിരുന്നു. ഉസ്താദേ എന്തൊക്കെ? ചായ കുടിക്കായിരുന്നോ? പഠിച്ചോനെ, ഞാൻ ഇരിക്ക് ഷാമോനെ. ഇരിക്കുന്നല്ല, ഞാൻ അത്യാവശ്യമായിട്ട് പോട്ടെ. ഇപ്പം എനിക്ക് ഇതെന്താ? ഇത് കുറച്ച് ജ്യേഷ്ഠം കൊണ്ടുവന്ന കുറച്ച്. എൻ്റെ പൊന്നു മോനെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങോട്ടും കൊണ്ടുവന്നത്? അല്ല, അത് എല്ലാവർക്കും ഉള്ളിനനുസരിച്ച്. ഇവിടെ ഒരു പരാതിയില്ല. ഐഷൂനെ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തതൊക്കെ അല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? അവളെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഇപ്പം എന്താ? അല്ല, അത് ഉമ്മാൻ്റെ. എന്നാൽ പാവം സമീർ സന്തോഷത്തോടു കൂടി അത് വാങ്ങി. അല്ലെങ്കിലും അവൾക്ക്, ഗർഭിണികൾക്ക് അതിനൊക്കെ ഒരു കൊതി ഉണ്ടാവുമല്ലോ. എന്നാൽ അവൾ സന്തോഷത്തോടെ അത് നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ ആദ്യം പെട്ടത് ആ പച്ച കളറിലുള്ള ആ ഈത്തപ്പഴമായിരുന്നു. ശരിക്കും അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് നല്ല ടേസ്റ്റും ഉണ്ട്. അവൾ പെട്ടെന്ന് തന്നെ കഴുകി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഉസ്താദിനൊരു പ്ലേറ്റിൽ കൊണ്ടുപോയി വെച്ചെടുത്തു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഇത്താ കഴിച്ചോളി, നല്ലതാണ്, ആരോഗ്യമുള്ള. പിന്നെ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരുന്നു ഉമ്മ. ഷമ്മാസ് പെട്ടെന്ന് അതാ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെട്ടിയെടുത്തു. ഇതെന്താ? ഇതൊക്കെയുണ്ട്, ഇത് ഇത്താക്ക് വേണ്ടി ഉമ്മ പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. എന്താ മോനെ അത്? ഷാമോനെ, കുങ്കുമപ്പൂവ്. മാഷാ അല്ലാ, പടച്ചോനെ, ഇത്രമാത്രം വിലപിടിപ്പുള്ള ഇത്. ഇത് അത്യാവശ്യം ഉണ്ടല്ലോ മോനെ.
ഇത് ഉമ്മ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് സെമീറക്ക് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞതാണ്. പാലിലിട്ടിട്ട് കഴിക്കാനായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാവാനും ആരോഗ്യം ഉണ്ടാവാനൊക്കെ എന്നൊക്കെ പഴയ കാലം മുതൽക്ക് തന്നെ പറഞ്ഞു വരുന്നതാണല്ലോ. മാഷാ അല്ലാ, എൻ്റെ ഷാമോനെ നീ നല്ല ആളെന്നാണല്ലോ. അങ്ങനെ ഏതാ സെമീറ ആ ഈത്തപ്പഴം കഴിച്ചു. മാഷാ അല്ലാ, എന്ത് ടേസ്റ്റുള്ള ഈത്തപ്പഴം. അവർക്ക് വല്ലാത്ത സന്തോഷമായി. ഉസ്താദ് ആ പെർഫ്യൂമിൻ്റെ കുപ്പി എടുത്തു പറഞ്ഞു, എനിക്കിത് മതി, ഊതിൻ്റെ അത്തറും എനിക്കിത് മതി. ഓ, അല്ലെങ്കിലും പെർഫ്യൂംസ് അത്തർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് മേലൊന്നും ഇല്ലല്ലോ. എടി പെണ്ണേ, നിനക്കറിയില്ലേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നബി ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന സാധനം അത്തറായിരുന്നു അത്രേ. എവിടെ അത്തറ് കണ്ടാലും വാങ്ങാൻ ഇഷ്ടമായിരുന്നു. അത്രക്കും സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ മുത്ത് ഹബീബ്. അപ്പോൾ എപ്പോഴും സുഗന്ധത്തോടു കൂടി നിൽക്കുക, നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ, അങ്ങനെ ആകുമ്പോൾ ഈമാൻ നമുക്കുണ്ടാവും. മുഷിഞ്ഞ രീതിയിൽ വേർപ്പ് സ്മെല്ലായിക്കൊണ്ടൊക്കെ നിന്നാൽ ഇബിലീസ് നമ്മളെ അടുത്തേക്ക് വരും, സുഗന്ധമുള്ള അടുത്തേക്ക് ഇബിലീസ് വരില്ല. അങ്ങനെയൊക്കെയല്ലേ. ഓ, അല്ലെങ്കിലും എൻ്റെ ഉസ്താദിനെ വല്ലാത്തൊരു സ്മെല്ലാണ്ടോ. ഷമ്മാസ് പറഞ്ഞത്, ഞാൻ പോട്ടെ മക്കളെ, നിങ്ങൾ സംസാരിച്ചിരിക്കുക. അല്ല ഷാമോനെ പ്ലീസ്, എന്താ ഇങ്ങനെ, ഒന്ന് കൈ കഴുകി ഇവിടെ ഇരുന്നൂടെ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾക്ക് പിന്നെ ആരുങ്ങളല്ല ഈ സൗകര്യവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തുന്നത്. ഓ, സെമീറത്തിയുടെ ഫുഡിൻ്റെ ടേസ്റ്റ് എപ്പോഴും നീ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം എന്താ ഒന്നും വേണ്ടേ? എന്നാൽ അത് പറഞ്ഞപ്പോൾ ഷമ്മാസും കൈ കഴുകിയിരുന്നു. എൻ്റെ പൊന്നു ഉസ്താദെ, അവിടെ അവരുണ്ടാക്കി, അത് സാരല്ല, അവിടെ ഉണ്ടാക്കിയ കഴിക്കാൻ ആളുമില്ല, ഇപ്പം നീ ഇവിടെ ഇരിക്കേ. അങ്ങനെ അതാ സെമീറ ഉണ്ടാക്കിയ നല്ല നെയ്പത്തിരിയും ബീഫ് വരട്ടിയതും അതാ ഷമ്മാസ് കഴിക്കുന്നു. എൻ്റെ പൊന്നു ഉസ്താദെ, ഞാൻ വേഗം, നീ കഴിക്ക്. എന്താ ഷാമോനെ നീ ഇങ്ങനെ കഴിക്കടാ, നിനക്കെന്താ കഴിക്കുന്നതിന് ഇത്ര വലിയത്? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ ഇത്തിയുടെ ടേസ്റ്റ്, ഞാൻ അവിടെ നിന്നൊന്നും കഴിക്കാതെ ഒന്ന് രണ്ട് വീട്ടിൽ പോകണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ഞാൻ കഴിക്കാതെ ഓടിയതാണ്, അര ഗ്ലാസ് ചായയും കുടിച്ച് അങ്ങനെയൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കഴിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നെയ്പ്പത്തിരി. നെയ്പ്പത്തിരി ഉസ്താദിന് ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കഴിക്ക് ഷാമോനെ, കഴിക്ക്. കുറച്ച് ഉമ്മാക്ക് കൊണ്ടുപോയി കേട്ടോ വീട്ടിലേക്ക്. അല്ല, അവരുണ്ടാക്കുന്നുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. അല്ല, ഉമ്മാക്കൊരു പൊറുതിയേടുണ്ട് കേട്ടോ നിങ്ങൾ വരായിട്ട്. എന്നാൽ ഉസ്താദ് പറഞ്ഞു, എൻ്റെ പൊന്നു ഷാമോന ഒന്ന് നോക്ക്, അവസ്ഥ ഇതാണ്. ഞാനിങ്ങനെ പള്ളിയിൽ ഓടി വരും, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. കാരണം ഓളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക, അതൊക്കെ ചെയ്യാണ്. പിന്നെ റെസ്റ്റ് കുറച്ച് പറഞ്ഞതുമാണല്ലോ. അപ്പോൾ അവൾ പറയുന്നത് പഠിച്ചം നമുക്ക് തരാൻ വിചാരിച്ച് ഉണ്ടാവും, നമ്മൾ റെസ്റ്റ് എടുക്കണ്ട, അങ്ങനെയൊക്കെ അവൾ പറയുന്നത്. പക്ഷേ എനിക്ക് വാഗപ്പാടൊരു ടെൻഷനാണ്. എനിക്ക് ഓളെ വിട്ടു പോകുന്നതന്നെ എനിക്ക് പള്ളിയിൽ എനിക്ക് തോന്നുന്നിപ്പോൾ ഒരാളെ ഏൽപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. കാരണം ഞാൻ ബാങ്ക് കൊടുത്തിട്ട് വേഗം ഇമാമത്തും കഴിഞ്ഞ് ഓടുകയാണ് ചെയ്യണത്. കാര്യം മറ്റൊന്നുമല്ല, ഓളുടെ അവസ്ഥ ഇതാകുമ്പോഴേ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പേടി. ഉസ്താദേ, നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെ? നിങ്ങൾ നമുക്ക് ധൈര്യം തരേണ്ട ആൾക്കാരല്ലേ? അല്ല മോനെ, എന്നാലും അങ്ങനല്ലല്ലോ, എനിക്ക് ഇവളെ കാര്യമായിട്ടാണ് എനിക്ക് ഒരു ടെൻഷന്. ഉസ്താദ് ഒന്നും കൊണ്ട് ടെൻഷനാണ്ട. പക്ഷെ സെമീറക്ക് പേടിയില്ല. അവൾ പറഞ്ഞു, ഇക്കങ്ങളൊന്നും വിചാരിക്കണ്ട എന്നാ പറയുന്നത്. കാരണം എൻ്റെ വിഷമവും പ്രയാസവും ടെൻഷനൊക്കെ അങ്ങനെയല്ലേ, അതൊക്കെ കുറേ അനുഭവിച്ചാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്താണ്. എൻ്റെ ഉസ്താദ് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ഷമ്മാസ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഷാമോനെ, എടാ ഇപ്പത്തിന് പോകണം, പോട്ടെ എൻ്റെ പൊന്നുസ്താദ്, നിങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞതോടെ ഞാൻ ഇവിടെ നിന്നതാണ്. എന്നാൽ ശരി കേട്ടോ. എന്നാൽ ശരി. എന്നാൽ സന്തോഷത്തോടു കൂടി അതാ സെമീറ ആ പൊതി അഴിച്ചു. അതിൽ കുറേ ചോക്ലേറ്റ്സും ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ. നല്ലൊരു സ്മെല്ല്. ഇക്ക, നല്ലൊരു ഗൾഫിൻ്റെ മണം അല്ലേ? ഇൻഷാ അല്ലാ. പെണ്ണേ, ഒരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തീക്ക? നമ്മുടെ മക്കളെ പ്രസവം കഴിഞ്ഞിട്ടേ പ്രസവിച്ചതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് ഉംറക്ക് പോകണം മക്കളെയും കൊണ്ട്. ഇൻഷാ അല്ലാ, എൻ്റെ മനസ്സത്തൊരു ആഗ്രഹമാണത്. എന്നാൽ അത് കേട്ട് സെമീറയുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇക്ക, അതെ, എന്താ ഇൻഷാ അല്ലാ, പടച്ച റബ്ബ് നമുക്ക് തുണ നൽകട്ടെ. എന്നാൽ ഉസ്താദ് അല്പം പാല് കാച്ചിയിട്ട് അതിലേക്ക് അല്പം കുങ്കുമപ്പൂവിട്ട് ഇളക്കി സെമീർക്ക് കൊടുക്കുന്നു. ഇക്ക, ഇതെന്താ പാലൊരു മഞ്ഞ കളറ്? അതേ പെണ്ണെ, കുങ്കുമിട്ടാ പിന്നെന്താ, എങ്ങനത്തെ കളറായിരിക്കും? അല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം.
അവൾക്ക് വേണ്ടി ഉസ്താദ് കുങ്കുമം ചേർത്ത ആ ഒരു പാല് കൊടുത്തു. അവൾ സന്തോഷത്തോടു കൂടി അത് കുടിച്ചു. അവൾ തൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് റബ്ബേ, എന്തൊരു സ്നേഹമാണ് റബ്ബേ. ഒരുപാട് വേദനകളും യാതനകളും ഇടിയും കുത്തും സഹിച്ച ഞാൻ ഈ ഉസ്താദിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ എത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത് റബ്ബേ. ഞാൻ എത്ര തന്നെ അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞാലും ഇതിനൊന്നും ഒരിക്കലും പകരമാവില്ല അല്ലാ. അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിനെ കാണാനില്ലാത്തത് കൊണ്ട് നോക്കിയിരിക്കുകയാണ് ഐഷുമ്മ. ഈ കുട്ടി ചായ കുടിക്കാനും വന്നില്ലല്ല റബ്ബെ, എത്ര നേരമായി പോയിട്ട് 2-3 വീടുകൾക്ക് പറഞ്ഞയച്ചിട്ടുള്ളൂ. അത് പതിനാത്ര വലിയ ദൂരമൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ലേനോ. എവിടെ എൻ്റെ കുട്ടീന്നാവോ അറിയില്ല റബ്ബെ. എൻ്റെ ഷാമോൻ എവിടെ? അങ്ങനെ അത് ഫുഡെല്ലാം വിളമ്പി വെച്ച് എല്ലാവരും ഷാമോനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കട്ടെ. നവാസ് പറഞ്ഞു, വേണ്ടാവും വന്നോട്ട് ഒരുമിച്ച് കഴിക്കാലോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് എത്തി. എൻ്റെ പൊന്നാര കുട്ടി എന്നെ കാത്തിരിക്കുന്നു, എവിടെയും മാനോട്ട് ഇത്ര നേരം? ഉമ്മ അത് ഇതാ ഉമ്മക്ക് ഉമ്മാൻ്റെ മോള് കൊടുത്തേച്ച്. മോളോ? ആ ഉമ്മക്ക് സെമീറ എന്ന് പറഞ്ഞൊരു മോളുണ്ടല്ലോ. ഉമ്മക്ക് കുറേ മോളുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മിസിരി ഉണ്ട്, മക്കളായിട്ടും മരുമക്കളൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇതെന്താ മോനെ? ഇത് നല്ല നെയ്പ്പത്തിനും ബീഫുമാണ്. ഇൻ്റെ പഠിച്ചോനെ, ഇപ്പം അവിടെ പോയി ഇപ്പം അത് വാങ്ങിക്കൊടുന്നു. എന്നോട് ഇപ്പം ആരാ അത് അവിടെ പോയി വാങ്ങാൻ പറഞ്ഞു? എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്ന് കൊടുത്ത് പോരല്ലേ വേണ്ടിയത്. അവിടെ പോയാൽ എന്തെങ്കിലും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കും. ഓൾക്കൊരു പൊറുതിയേടാണത്. ഏതായാലും നല്ല ചൂടോട് കൂടിയുള്ള നെയ്പ്പത്തിനും ബീഫും ആ കൂട്ടത്തിലേക്ക് തന്നെ ഷമ്മാസ് അത് പ്ലേറ്റിലേക്ക് വെച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ഷമ്മാസ് മാത്രം വല്ലാതെ കഴിക്കുന്നില്ല. എന്താ മോനെ നീ കഴിക്കാത്തത്? ഓൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം ഓൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ. എന്നാൽ എങ്കിലും നവാസ് പറഞ്ഞു, ഷമ്മാസ് എങ്കിലും കൂടെ ഇരിക്കേ. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. എങ്കിലും ഇവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്ക്. ഷമ്മാസ് പറഞ്ഞു, എൻ്റെ വയറ് നിറച്ചവർ തീറ്റിച്ചു. എന്നാലും ഒന്നെങ്കിലും അങ്ങനെ അവരുണ്ടാക്കിയ ഭക്ഷണം ഷമ്മാസ് അവിടെ ടേസ്റ്റ് നോക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഐഷമ്മയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം എല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ കുഞ്ഞു ഉമ്മയെയും ഉപ്പയെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഫസീല പറഞ്ഞു, എന്നാൽ സ്റ്റേഷനിൽ പോയിട്ട് ഒക്കെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ നവാസും ഫസീലയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ പോലും നവാസിൻ്റെ അമ്മായിമ്മയും അനിയത്തിയുമൊന്നും സ്റ്റേഷനിൽ ഉള്ള കാര്യം നവാസ് അറിഞ്ഞിട്ടില്ല. മരുമകനെ പെട്ടെന്ന് കാണുമ്പോൾ കുഞ്ഞിക്കഥയുടെ മനസ്സിലെന്തായിരിക്കും? ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.